ജോയ് മോനെ, ഡോക്ടർ ഫൈസൽ. ആ അതന്നെ അതന്നെ. എന്റെ പൈസ വന്നേ, ഞാൻ എന്റെ കുട്ടനെ ഒന്ന് കാണട്ടെ. എത്ര കാലം നിന്നെ കണ്ടിട്ട് നിനക്കൊരു മാറ്റമില്ല. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ ആവുന്നില്ല. അല്ലേ ബെൽറ്റ് ഒക്കെ ഇട്ട് നെഞ്ചില് രോമൊക്കെ വന്ന്. ഡോക്ടറാ ഇത്? അതന്നെ അതന്നെ. ഓർമ്മയുണ്ടോ എന്റെ? ഇതിലായിരിക്കുമല്ലേ? ചെറുതായിട്ട് മതി. നല്ല ടാക്സി ഫീൽ ഉണ്ടല്ലോ. സമ്പത്തെ, നിനക്കിപ്പോ എന്താ പരിപാടി? കൊറേ പരിപാടി ഉണ്ടോ? പ്രീമിയം കാർ സെല്ലിംഗ്, പ്രോപ്പർട്ടി സെല്ലിംഗ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. മറച്ചടി. പണ്ട് 500 രൂപയുടെ MP3 പിള്ളേർ എനിക്ക് 5000 രൂപയ്ക്ക് വിറ്റ മുതലല്ലേ നീ. നീ ആ ഫീൽഡിൽ തന്നെ പച്ച പഠിച്ചല്ലോ. ഐ എം പ്രൗഡ് ഓഫ് യു. കേക്ക്. ആ ഞങ്ങളിതാ പുറത്തോട്ട് വരുന്നു. ദാ വന്നോണ്ടിരിക്കുക. അതാ കേറി, വണ്ടി കേറി. ആ വെയിറ്റ് ചെയ്തു. ദാ വരുന്നു. ആരാടാ? ഫുൾ ഓഫ് സർപ്രൈസസ് ആണ്. ഒന്നും നോക്കണ്ട. സർപ്രൈസ് പിന്നല്ല, ഞെട്ടിക്കും നമ്മൾ. അടിപൊളി. കളർ ഡ്രസ് ഒരു മഴവിലാണ്. മഴവില് ആകാശത്തിലെ താഴത്ത്. വണ്ടി വന്നേക്കണ. നീ വെടി വെക്കടാ. ദൈവമേ, ഇവനേതാണ്? ഇവൻ തേവരയിലെ ഐറ്റം കൊടുക്കണ വെച്ചാ കൊടുക്കത്ത ഇത് സാധനം കൊടുക്കടാ. എന്താണ് പിന്നെ കൊച്ചൊക്കെ കണ്ട ഫുൾ പവറാണ്. പറന്നാണ് പോണ ഫ്രണ്ട്സ് ആന്ന് തോന്നുന്നുണ്ടാ. പണിയായിരുന്നു മതി. പൊളി സാധനം. മിലിറ്ററിക്കാരനും കാണണ്ട, കൊത്തിക്കൊണ്ട് പോവും. കനലെങ്കിലും കട്ടേക്കാണ്. എല്ലാം ഇത് കൊണ്ടല്ലോ. ഓടേടാ ഇങ്ങോട്ടേക്കാണല്ലോ. വണ്ടിയിലേക്ക് പോസ്റ്റ് അല്ലെങ്കിൽ നമ്പർ കാത്തിരിക്കും പോയിട്ടോ. ബർത്ത്ഡേ ആണ്. ഓക്കെ നോക്കാം. അതെ, നിനക്ക് എങ്ങനെയാണ് പരിചയം? ഞങ്ങൾ FB-ല് തിക്ക് ഫ്രണ്ട്സാ. ഞാൻ എന്ത് ഫോട്ടോ ഇട്ടാലും അവൻ കമന്റ് ഇടും. നല്ല സ്നേഹമുള്ള പയ്യന. അതെങ്കിലും സ്നേഹിക്കണ്ട, കൊറേ ഭാഗത്തെടുക്കേണ്ട ഒരു കൂട്ടാ. ജോയ്മോനെ, പെട്ടിയിലെന്താടാ? നമുക്കുള്ള കുപ്പി. അപ്പൊ കാനഡ ഒന്നും കൊണ്ടുവന്നില്ല? ഞാൻ നാട്ടിലെ സാധനം അടിക്കാനല്ലേ വന്നത്. തേച്ച് വെള്ളം വെക്കാതെ എല്ലാവർക്കും ഉണ്ട്. തിന്നെ ഇട്ടിച്ചോ. ജാതിയാ ബഡ്ഡിന്ന് സൂക്ഷിക്കണം. നമുക്കൊന്ന് നോക്കാടി. ആ കൊച്ചുകുഞ്ഞേ, ആ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. നീ ഇങ്ങനെ കുമിളി കൂടെ കൂട്ടുകാരും കൂടെ മലമണ്ട കൂടെ കറങ്ങിയടിച്ച് നടക്കാതെ നീ വരുന്നവര് വീട്ടിലൊക്കെ ഒന്ന് വന്നിട്ട് പോ. നിന്റെ പെമ്പ്രം നോത്തിക്കൊരു സന്തോഷമെങ്കിലും ആവട്ടെ. ആ നീ പോരുമ്പോഴേ നമ്മുടെ ആ മത്തായിച്ചൻ്റെ അവിടെ നിന്ന് 2 കുപ്പി മറ്റവനും കൂടി വാങ്ങിച്ചോണ്ട് പോയി. ആ ആയിക്കോട്ടെടോ വെച്ചു. ശരി ശരി. ചാച്ചാ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഞാനിപ്പോൾ വരാം. പെർഫെക്റ്റ്. ആ ചേച്ചി എവിടെ സെറ്റ് ഉണ്ട്? എന്ത്? അല്ല സാധനങ്ങൾ ബർത്ത്ഡേക്കുള്ള. എനിക്ക് മനസ്സിലായില്ല. ഞാൻ മാക്സിമം അക്ഷയ് കുമാർ, ബർത്ത്ഡേ പാർട്ടി ജോയ്മോൻ സാറിൻ്റെ ഇവിടെയല്ല. ഇതല്ലേ? അച്ഛനോട് ചോദിച്ചു നോക്കി, ചിലപ്പോൾ സർപ്രൈസ് പോലെ നന്നായിരിക്കും. ചാച്ചാ അതിന്റെ ശബ്ദം ഇച്ചിരി കുറച്ചേ. എന്താ മോളെ? സാർ ആ ഒച്ച ഇച്ചിരി ഒന്ന് കുറയ്ക്കാൻ. ഞങ്ങളെത്തി മാക്സിമം. എന്തോ അഡ്രസ് എന്തോ മാറിപ്പോയതാ. എന്താ കാര്യം? അല്ല ചേട്ടാ, ഈ അഡ്രസ്സ് ഇവിടെയല്ലേ? ഇത് ഇവിടെയല്ല, നമ്മുടെ സമ്പത്തിന്റെ വീടാ അവിടെ. ഓ ഓ ഓ ഓ ഓ സോറി, താങ്ക് യു. ആ അപ്പുറത്തെ വീട്ടിൽ വന്ന ഏതാണ്ട് ബർത്ത്ഡേ പാർട്ടി എന്താണ്ട. ഇതെന്താ പരിപാടി? നീ സമ്പത്തിന്റെ കല്യാണം വല്ലതും ആണോ? ഏയ് ഇതിവിടെങ്ങുമല്ല. നിങ്ങൾ അപ്പുറത്തൊക്കെ അന്വേഷിച്ചാ? അന്വേഷിച്ചു. ജോയ്മോൻ സാറ് ഈ ലൊക്കേഷൻ തന്നെയാണല്ലോ അയച്ചെന്നു. ഇത് അമ്മയുടെ മോനല്ലേ? ഇതിലേത്? ഇതിൽ വലുത്. ഏയ് എൻ്റെ മോൻ ഇങ്ങനെയൊന്നുമല്ല. എൻ്റെ മോനെ എന്നെ പോലെയാണ്. ശരിയായി, നിങ്ങളെ പോലെ ഇല്ല. ഇതിപ്പോൾ അവിടെയല്ല ഇവിടെയല്ല, ഇതിപ്പോൾ എവിടെയാണ്? സാധാരണ ഇങ്ങനെ സംഭവിക്കാത്ത. സാർ വെൽക്കം ടു ഇന്ത്യ. നമസ്തേ. യാത്രയൊക്കെ ഉണ്ടായിരുന്നു സാർ. ഞാനങ്ങ് പേടിച്ചില്ലാണ്ടായിപ്പോയി. ഇപ്പൊ സമാധാനം. ഡാ, ഇവിടെ എന്താണ് പരിപാടി? പറഞ്ഞോടുക്കും. അത് ഇവന്റെ ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ ആണ്. അതിന് നീ ഏതാണ്? ഞാൻ ജോയ്മോൻ. ഇവരാരും പറഞ്ഞു കേട്ടിട്ടില്ലേ? പറഞ്ഞു കേട്ടിട്ടില്ല. അയ്യോ, ഞാൻ സമ്പത്തിനോട് 10 പഠിച്ചേ. ആണോടാ? ആ അതെ, ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി മാത്രം കാരണം. ഇവനെ നിങ്ങളുടെ കൂട്ടത്തിലൊന്നും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അന്ന് ഞാൻ കുറച്ച് പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതൊക്കെ പണ്ടമ്മേ. പക്ഷെ ഇപ്പൊ നേഴ്സ്, ഞാൻ ഡോക്ടർ. പക്ഷെ ഞാൻ കാനഡ, ഇവൻ കാക്കനാട്. അടി, ഞാൻ ജയിച്ചു. ആ വണ്ടി വരച്ചവന്റെ ബർത്ത്ഡേക്കുള്ള സാധനമാണോ? അല്ല സാറേ, എല്ലാ സാധനവും ഇങ്ങോട്ടുള്ളതല്ല, ബർത്ത്ഡേക്കുള്ള മാത്രമേ ഇവിടെ. അത്രേ ഉള്ളൂ, ചെറിയ സെറ്റപ്പ്. അത് കൊള്ളാല്ല. കുറച്ച് ലൈറ്റ്, കുറച്ച് ബൾബ്, കുറച്ച് കളറൊന്നും ഇല്ലാതെ ബർത്ത്ഡേ. പിന്നെന്ത് ബർത്ത്ഡേ? പൊളിക്കണം നമുക്ക്. പൊളിക്കില്ലേ? അപ്പൊ ഞാൻ എന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കട്ടെ. ആ സാധനം പെട്ടെന്ന് ഇറങ്ങിയോ? പൊളിച്ചിറങ്ങിയോ? ഇതെന്റെ വീട്. ഐശ്വര്യ, എന്നെ ഓർമ്മയില്ലേ? നമ്മള് ജൂനിയർ. പരിപാടിയൊക്കെ ബർത്ത്ഡേ അത് മറക്കരുത്, ശ്രദ്ധ മാറരുത്. കേറി വാട്ടോ. ചെല്ല് ചെല്ല്. ബൾബ് ഇട്ടോണ്ട് നാട്ടുകാരെ അറിയിച്ച് കള്ളു കുടിക്കാനുള്ള ഓരോ പരിപാടി. അപ്പൊ സാറേ ഹാപ്പി. ഇപ്പൊ പറയല്ലേ രാത്രി 12 മണിക്ക് ശേഷം. അല്ല, എന്താ മോന്റെ പേര്? ജോയ്മോൻ. ഞാൻ കുഞ്ഞുമാണ്. അപ്പൊ സെറ്റ്. സെറ്റ്. ചേട്ടൻ വരണം. തീർച്ചയായിട്ടും പോണം, കുളിക്കണം, വരണം. അത്ര ചേട്ടാ, ഞാൻ വിളിക്കാം. ഓക്കെ. ഓശിനടി കേട്ട് ഞാൻ എടുക്കണം. എടാ വേണ്ട, ഞാൻ എടുത്തോളാം. നീ എനിക്ക് വേണ്ടി. നിനക്ക് വേണ്ടി പാടുകളാണ് എനിക്ക് വേണ്ടി. എന്ത് കഷ്ടപ്പാട്. വേണമെന്നില്ലായിരുന്നു. ബാക്കി പെട്ടി നീ എടുക്കൂലേ? അല്ല, ഇപ്പൊ എന്റെ കനേഡിയൻ പെട്ടി. എനിക്ക് കനലിന്റെ പെട്ടി മതി. ആ, നമുക്ക് നാളെ തൃശ്ശൂർ പിടിക്കുക. ചിലപ്പോ കിട്ടിയാലോ 1,00,000 കിലോമീറ്റർ ഓടിയതല്ലേ. കനലെങ്കിൽ കനൽ. സോറി. ബോൾ. ഇറ്റ്സ് ഓക്കെ. ഇത് അവിടെ എങ്ങനെ വെക്ക്. ഓക്കെ. ജോയ്മോനെ, അതാട്ടോ ബാത്റൂം. ആ. നീ ഒന്ന് ഫ്രഷ് ആയിട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിലെത്തിയിട്ട് എന്റെ ആദ്യത്തെ കൊളിയാ. ആഹാ, കുളിപ്പിച്ച് കിടത്തു ഞാൻ. സമ്മതം തീർക്കല്ലേ, നമുക്ക് കൂടെ വെച്ചേക്കണേ. ഡേയ്, ഇതെങ്ങോട്ട് പോണവൻ? അവന് മാറാനുള്ള ഡ്രസ്സായിരിക്കും. അവന് ബർത്ത്ഡേ അല്ലേ? ഇത്ര വലിയ വെട്ടിയില്ല. അവനിടുന്ന ജാക്കറ്റ് വേണ്ട, അതിന് വലിയ വീട്ടിലേക്ക് വേണ്ടിയില്ലേ? അവസാനം സ്ഥിരതാമസം ആക്കായിരുന്നത് ഇവിടെ കിടന്നു. പക്ഷെ നീ ഇങ്ങനെ പിടക്കല്ലേ, അവൻ വന്ന് കയറിയില്ലുള്ളൂ. അവനൊന്ന് ഫ്രഷ് ആവട്ടെ. അപ്പത്തേക്ക് നമുക്ക് 2 അടിക്കാം. നീ ഒന്ന് ചില്ലേ, അടിക്ക്. അടിച്ച ശരിയാവും. പിടിക്ക്. എന്ത് മേലാവട്ടെ. ഗുഡ്. എങ്ങനുണ്ട്? ചാത്താൻ സാധനങ്ങളിൽ ഇറങ്ങാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ആണല്ലേ? സാറേ ഇപ്പൊ ഇവിടെ സെറ്റ് ചെയ്യാം അല്ലേ? എടാ ഇങ്ങോട്ട് വെച്ചോടാ. ഞാൻ പറയാം. നെഞ്ചത്താ. നീ ഒന്ന് ഇറങ്ങി. ചേട്ടാ, സ്ഥലം ഞാൻ കാണിക്കാം. ഓക്കെ സാർ. എൻ്റെ ഒരു വയറും കൂടെ കട്ടും. ഇപ്പൊ ഈ ബർത്ത്ഡേ ചെയ്യാൻ വരെ ഇവന്റ് കമ്പനികളൊക്കെ ഉണ്ടല്ലേ? സാർ ഈ നാട്ടിലൊന്നുമല്ലേ ജീവിക്കുന്നത്? ബർത്ത്ഡേ മാത്രമല്ല സാറേ,
4 കെട്ട്. 4 കെട്ടാ? അല്ല ശരി, 100 കെട്ട്, താലികെട്ട്, 28 മാമുദിസ, പെരുന്നാൾ, ഹർത്താൽ. പിന്നെ ഇപ്പോൾ ഒരു പുതിയ പരിപാടി ഉണ്ട് സാർ. എന്താണ്? സെക്രട്ടേറിയറ്റ് ഉപരോധം. അതുകൊള്ളാലോ. അത് കൊള്ളാം, നല്ല പരിപാടിയാണ്. അങ്ങനെ എല്ലാ പരിപാടികളുടെയും ഒരു ടോട്ടൽ സെലിബ്രേഷൻ സൊല്യൂഷൻസ് ആണ് സാർ മാക്സിമം ഇവന്റ്സ്. അപ്പൊ നിങ്ങളുടെ ഓഫീസ് എവിടെയാ? ഈ വീടിന്റെ താഴെ. ഈ വീട് താഴെ? ആ ഓട്ടോറിക്ഷ ഇല്ലേ, അതാണ് സാറിന്റെ ഓഫീസ്. അടിപൊളി. കാർഡുണ്ട് സാർ. ചെറിയൊരു സ്റ്റാർട്ടപ്പാണ്. മാക്സിമ കൊള്ളാം. വാ. അപ്പം ഇതാണ് സ്ഥലം, നമ്മുടെ സ്ഥിരം ചില്ലിങ് സ്പോട്ടാ. പെർഫെക്റ്റ് സാർ. DJ വരാൻ കുറച്ച് ലേറ്റ് ആവും, നമുക്ക് അവിടെ സെറ്റ് ചെയ്യാലോ. DJ? അതൊന്നും വേണ്ട. DJക്ക് ജലദോഷം എന്നല്ല പറഞ്ഞാൽ മതി. അല്ല സാർ, അതിന്റെ ഫുൾ പേയ്മെന്റ് ചെയ്തിരിക്കും. ആണോ? എന്നാൽ DJക്ക് പനിയാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സാർ. അതുപോലെ നമ്മുടെ ബർത്ത്ഡേ കേക്കിൽ എഴുതാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും? അതിന്റെ ക്യാഷ് ഒക്കെ അവൻ തന്നുണ്ടോ? ഇത് കോംപ്ലിമെന്ററി ആണ് സാർ. ഓ നൈസ്. എന്തൊരു കാര്യം ചെയ്യും, അതിൽ വിത്ത് ലവ് ഫ്രം ഡോക്ടർ ഫൈസൽ ഖാൻ എന്ന് എഴുതിയാൽ. എന്നാലും സമ്പത്തെ, നിനക്ക് എന്നെ എപ്പോ വേണമെങ്കിലും വന്നൊന്ന് കാണായിരുന്നു. ഒന്നില്ലെങ്കിലും ഞാനൊരു സെലിബ്രിറ്റിയിലിടാ. നിന്നെ ഇടക്കിടക്ക് TV കാണാറില്ലടാ. ഓ ചിലപ്പോ അതായിരിക്കും. എന്നിട്ട് നിന്റെ കാർ കച്ചവടമൊക്കെ എങ്ങനെ പോണു? പൊളിയല്ലേ? ആണല്ലേ? ഒരു വർഷമൊക്കെ ഒരു 3-4 വണ്ടി കച്ചവടമാക്കിയ സെറ്റാ. ഓ നൈസ്. പിന്നെ 2 കൊല്ലം ഈ വീടൊക്കെ ഈ സെറ്റപ്പ് ആക്കിയിട്ട്. ഈ ഏരിയയിലെ ഏറ്റവും നല്ല വീട് എൻ്റെ ആണ്. അതൊക്കെ പോട്ടെ, നീ തന്നെ നോക്കിക്കേ. ഇന്ന് നിന്റെ അമ്മയും നിന്റെ പെങ്ങളും എന്നെ കണ്ടിട്ട് എത്ര ഹാപ്പി ആയിരുന്നു. പിന്നെ വളരെ നീ അടിച്ചേ അടിക്കേ. വേണ്ടടാ, അത് നാളെ രാവിലെ എനിക്കൊരു ഷൂട്ടുണ്ട്. അതിന് അടിച്ചാ ഡാർക്ക് സർക്കിൾസ് കണ്ണിന് താഴെ. പിന്നെ സ്കിൻ ഡോക്ടറുടെ അവൻ്റെ ഡാർക്ക് അടിച്ചേനി. അടിക്കി നമ്മുടെ ജോയിമന്റെ ബർത്ത്ഡേ അല്ലേ? കനേഡിയൻ ആണല്ലേ? പിന്നെ കാനഡക്കാർക്ക് പോലും ഇല്ലേ കനേഡിയൻ? അടിപൊളി അല്ലടാ ജോയിമോനെ. ഒരു കനല്. ദീപക് ദിവാകർ, നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക്. വിളിക്കണം, മറക്കരുത്. ഞാൻ ഇനി ഓർമ്മിപ്പിക്കണ്ടല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഓർമ്മയുണ്ടല്ലോ, അത് മതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ 12 മണിക്ക് ശേഷം. ഓക്കെ ശരി, അപ്പോൾ പറഞ്ഞ പോലെ. ജോയിമോനെ കുറച്ച് ഐസിലിട്ടാ. ഐസിട്ടില്ല, കാണുമ്പോൾ തന്നെ പേടി വന്നു. ഋത്തുവേ എന്ന് വിളിച്ച നീ സമയത്രേ ഒരു കാര്യം ഇങ്ങനെ ചോദിക്കണം നേരെ മനസ്സിലിങ്ങനെ വെച്ചു. അതെ, ഈ കാനഡയിൽ സ്കിൻ ഡോക്ടർക്ക് എങ്ങനെ സ്കോപ്പ് ഉണ്ടോ? ഒരു സ്കോപ്പും ഇല്ല. എന്താണ് എടാ, സ്കിന്നിന് പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സ്കിന്നിന് പ്രശ്നം ഉണ്ടാകുന്ന പറഞ്ഞാൽ ഈ വെയിലും പൊടിയൊക്കെ കൊള്ളുന്നുണ്ട്. അവിടെ വെയിലും പൊടിയൊന്നും ഇല്ലല്ലോ, എല്ലാവരും മൂടി പോച്ചല്ലേ നടക്കുന്നേ. പിന്നെ ചൊറിയും ചരക്കും അങ്ങനെയുള്ളവന്മാരാ നാട്ടിലോട്ട് കയറ്റത്ത് പോലുമില്ല. നഴ്സ് അതാണ്. അല്ലേ? നിനക്കിവിടെ വലിയ ഗതിയൊന്നും ഇല്ലല്ലേ? അത് ഇപ്പോഴും പാപ്പയുടെ ക്ലിനിക്കിൽ തന്നെ വർക്ക് ചെയ്യണേ. പിന്നെ ശമ്പളം ചോദിക്കുമ്പോൾ ഉമ്മാടെ വാങ്ങിച്ചോന്ന് പറയും. അതാ അവസ്ഥ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കാനഡ തന്നെ അല്ലേ സ്വർഗം? പിന്നെ 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 അതാണ്. കുറച്ച് ഐസ് ഉണ്ടെന്നേ ഉള്ളൂ. ഓ ചേട്ടാ. എന്താടി? അന്ന് ഇന്നാരെ വിളിച്ച്? ഞാൻ ചേട്ടനല്ലേ വിളിച്ചേ. ചേട്ടാ, ഇവരൊക്കെ ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാ, ഒരു ഫോട്ടോ എടുക്കാൻ. അതിനെന്താ പേടിക്കണ്ട, വാ. ഇതാ നമ്മുടെ നന്ദേട്ടൻ. ഹായ്. അതെ, മോളെ കൊന്നുകളഞ്ഞത് കഷ്ടായിട്ടാ. അയ്യോ, അപ്പൊ ഇതാണല്ലേ മുതല്. ഞാൻ കാണട്ടെ. TV കാണാൻ അത്രയും മെനു ഇല്ലല്ലോ. ക്യാമറ ടെക്നിക് അല്ലേ? അയ്യോ, ഞാനില്ല. ഹായ്, നല്ല കുറേ ഫോട്ടോസ് കിട്ടിയിട്ടില്ല. നോക്കടി. ഇൻസ്റ്റയിലിടാ. നല്ല ഫോട്ടോസ് അല്ലേ? എനിക്ക് അയച്ചോട്ടാ. ആയിക്കോട്ടാ, ഞാൻ അതെല്ലാവർക്കും അയച്ചു കൊടുക്കട്ടെ. അമ്മേ പോട്ടെ, ഞങ്ങൾ ഇറങ്ങണം കേട്ടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഗീത. എന്ത് ഗുഡ് നൈറ്റ്? ഇന്നിനിപ്പോ മറവേളം കഴിഞ്ഞിട്ട് എപ്പോ ഉറങ്ങാനാണ്? എങ്ങനെയുണ്ട്? ശരി തന്നെയാണ്. അല്ല, നീ ആ വീട്ടിൽ പോയില്ലേ ഗീത? എങ്ങനെ പോവാനാടി? ആ ചെറുക്ക സമ്മതിക്കണ്ടേ? നീ പോയാ? എന്റെ പൊന്നു, ഇവളെ ആ ചെറുക്കനെന്ന് ബൈക്ക് കയറ്റി. അതന്നെ, ഇവളെ ആരെങ്കിലും ബൈക്ക് കയറ്റു? പോലീസുകാരാന്ന് ചോദിച്ചൊരു മാതിരി വർത്താനം പറയാം. ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മ ഗുഡ് നൈറ്റ്. അമ്മ പോട്ടെ. ഞാൻ താഴെ എത്തിയിട്ടുണ്ട് കേട്ടാ. ഓക്കെ. എന്താണ് ലൈറ്റൊക്കെ ഉണ്ടല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ. ഗീതാൻറ്റി
എന്താടാ? താക്കോല് വാങ്ങാൻ വന്നാണ്. ആ താക്കോൽ എടുത്ത് കൊടുക്കടി. നീ വണ്ടി എടുത്തിട്ടേ വാഷ് ചെയ്തിട്ട് അവിടെ ഇട്ടേര്. പക്ക നീറ്റായിരിക്കും പരിപാടി. എന്താണ് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ? ഞാനങ്ങോട്ട് വരട്ടെ? വേണ്ട. എന്നാ ഞാൻ കാറ് സർവീസിന് എടുത്തിട്ട് വരാം. വേണ്ടാന്ന്. ഓക്കേ. എന്താണ് ഈശ്വരി, നമ്മളിന്നും പാർട്ടിക്ക് വിളിക്കൂലേ? ആ പോയി ചേട്ടനോട് ചോദിക്കി. നീ വണ്ടി എടുത്ത് പോവാൻ നോക്കിയടാ. നമുക്ക് കൊണ്ടേട്ടാ കന്നടക്കാരൊക്കെ. നീ ആ മെഡിസിൻ്റെ പേരൊന്ന് പറയാം. ഏത് മെഡിസിൻ? അല്ല, നീ എന്തോ പറഞ്ഞില്ലേ? ഗ്ലൂക്കോസിന്റെ ഗ്ലൂ. അയ്യോ സാറി. ഇനി എന്താ ഇതേ ഇവിടെ നിന്ന് നോക്കി. എന്ത് പറ്റി? ഈ മുടിയില്ലേ, അത് കുറച്ച് കയറുന്നുണ്ടോ എന്ന് സംശയം. ശരിയാണല്ലോ. ഇത് ഡ്രൈ സ്കിൻ്റെ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അല്ല, നീ 100 രൂപ എടുത്ത്. എന്തിനാണ്? അല്ല, ഇതെന്റെ തൊഴിലാണ്. പിന്നെ ഫീസ് വാങ്ങേണ്ട കൺസൾട്ട് ചെയ്ത് എനിക്ക് ഉറക്കം വരില്ല. IMയുടെ പുതിയ തീരുമാനം. ഓ, മെഡിക്കൽ എത്തിക്സ്. എക്സാക്ട്. ഞാൻ സമ്പത്തിന്റെ വീട്ടിൽ. എന്താണ് പാപ്പ? അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണെന്ന്. അല്ല, ഞാൻ ഉമ്മയോട് പറഞ്ഞത് ലേറ്റ് ആവുന്നു പാപ്പ. എന്താണ് പാപ്പ, ഇത് ഒരു ദിവസത്തെ കാര്യമുള്ളൂ പാപ്പ. അല്ല പാപ്പ, 12 മണി കഴിഞ്ഞ് കേക്ക് കെട്ടിന്ന് വരുമല്ലോ. അതിപ്പോ ഇവിടെ വേറെ നല്ല ക്ലിനിക്കൊന്നും ഇല്ലാത്തോണ്ടല്ലോ. പറയുന്ന കേട്ടതൊന്നും ഭയങ്കര ശമ്പളമൊക്കെയാണ്. തർക്കിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ഇപ്പ. കേക്ക് കേക്ക് അല്ല പാപ്പ, മരണ വീട്. മരണം എടോ അവിടെ അല്ല. എടാ പാലാ മാണിസാറ് കഴിഞ്ഞാ ഏതായാലും 9-ാം വാർഡ് നമുക്ക് പിടിച്ചെടുത്ത്. സോറി സാർ, ഞാൻ ലേറ്റ് ആയ. സോറി സാർ, അപ്പുറത്തെ വീട്ടിലുള്ള മാറിപ്പോയതാ. താൻ എൻ്റെ കമ്പനി കൂട്ടിക്കൊല്ലി ഇങ്ങനെയാണെങ്കിൽ എന്ത് പണിയാണ് താൻ കാണിച്ചത്? ഗൂഗിൾ എനിക്ക് ഈ വീടാ കാണിച്ചെന്ന് ലൈറ്റ് വിട്ടിട്ടുണ്ട്. അപ്പൊ ആ ലൈറ്റ് കത്തിച്ച് വെച്ചേക്ക് തന്നെ കാണാൻ പോയേ? അത് തൊപ്പി വെച്ചൊക്കെയാണ് ഞാൻ കാണണ്ടേ. ഇയാളുടെ ഒരു തൊപ്പി. എന്താണ് സംസാരിക്കുമ്പോൾ കുഴയുണ്ടല്ലോ? എന്താണ്? സാറ് വിളിച്ചപ്പോൾ തിരക്കിൽ ഞാൻ പല്ലെടുക്കാൻ മറന്നുപോയി. ബെസ്റ്റ്. അത് ആരോടും മിണ്ടണ്ട, അങ്ങോട്ട് മാറിയെന്നോ. മാറിക്കോ അങ്ങോട്ട്. ആരെങ്കിലും കണ്ടാവോ? സൂക്ഷിച്ചു പോടാ, വളവൊക്കൊള്ളതാ. നമസ്കാരമുണ്ടേ. ഈ ശവം എപ്പോഴാ എടുക്കണേ? രാവിലെ കുമ്പളിക്ക് കൊണ്ടുപോകും. ഞാൻ 2 വീട് അപ്പുറത്തെയാണേ. നേരത്തെ വന്നിരുന്നു. എന്താ പേര്? കൊച്ചുകുഞ്ഞ്. ഞാൻ കുഞ്ഞുമോൻ. അപ്പൊ സെറ്റ്. ചത്ത ആളുടെ ആരാ? അനിയന. അതെ, ഇവിടെ എന്നാ പരിപാടി? ഇവിടെ നമ്മുടെ ജോയ് മോന്റെ ബർത്ത്ഡേയാ. കാനഡയിൽ നിന്ന് വന്നതാ. ഓ, ആയിക്കോട്ടെ. എന്തായാലും ഒരു മരിച്ച വീടല്ലേ, ഇച്ചിരി മര്യാദ കാണിക്കാൻ പേരെ. ഇത്തിരി ഓവറല്ലേ? ഞാൻ പറഞ്ഞോളാം. സമ്പത്തിനോട് പറഞ്ഞ എൻ്റെ വെള്ളം കൂടി മുട്ടുവോ? സമ്പത്ത് മോനെ, നമ്മുടെ ശബ്ദം ഇത്തിരി കുറയ്ക്കണോ? എന്തിന്? അല്ല, അപ്പുറത്തൊരു മരണ വീടാണ്. ഇത്തിരി മര്യാദയൊക്കെ വേണ്ടിയത് ചോദിക്കാൻ പറഞ്ഞു. ആര്? പുള്ളിയുടെ മോനാ? മോനല്ല, അയാളുടെ അനിയൻ. ഇവിടെ ആരാ മര്യാദ കേടടിച്ചെന്ന് അറിയാലോ. എന്നിട്ട് എന്നോട് മര്യാദ കാണിക്കാൻ പറ്റും? അതൊക്കെ വീട്ടുകളാ. അതൊക്കെ പോട്ടെ, കുറെ നേരം ആയില്ല, വീട്ടിൽ പോണില്ലേ? അത് നമ്മുടെ ജോമോന്റെ ബർത്ത്ഡേ അല്ലടാ. അന്ന് വന്ന് വിഷയട്ട് പോയില്ലെങ്കിൽ ഞാൻ വിചാരിക്കും നമ്മൾ ഓസ് വന്ന് വെറുതെ കുടിക്കാമെന്ന് പറയില്ലേ ലാസ്റ്റ്. അതെ, ജോമോന്നല്ല, ജോയ്മോ എന്നാ എൻ്റെ പേര്. അതെന്ത് പണ്ടാരെങ്കിലും ആട്ടെ, ഒന്ന് വിഷയണ്ടേ? എന്നാ പിന്നെ ഞാൻ അപ്പുറത്തോട്ട് നൈസായിട്ട് സഹായിച്ചിട്ട് വന്നാലോ? അതെ, മറ്റേ വന്നുണ്ടോ? അവൻ വന്നിട്ടൊന്നുമില്ല. നീ എന്നാ പേടിക്കണേ? ചേട്ടൻ ഉണ്ട് ഇവിടെ. എനിക്കാരെ പേടി? എനിക്കാരും പേടിയൊന്നുമില്ല. അതാണ് പറഞ്ഞപ്പോഴത്തേക്കും വന്ന. സമ്പത്തിന്റെ വീട് അതാണ്ടാ. ഇത് തന്നെ കണ്ടില്ലേ? കേട്ടാ, ഇത് തന്നെ. ഇതാണോ? നീ സാധനം എടുത്തോ?
അറിവിട്ട് ആരെങ്കിലും ആണോ? എന്താടാ സമ്പത്തെ, ഓർമ്മയുണ്ടാ? സജി. അത് തന്നെ, സജിത്ത്, സൈത്ലാൽ ടെൻസി. സജി വൈപ്പിൻ. എടാ കാണടാ, എന്റെ ക്ലാസ്മേറ്റിനാ. ഇവന്മാർ പറയണേ ഞാൻ സ്കൂളിൽ പോയിട്ടില്ലെന്ന്. നമ്മളവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയൊക്കെ ഇവന്മാർക്ക് അറിയാം. സ്കൂളിൽ പഠിച്ചാണ്. സെറ്റാണല്ല. അപ്പൊ ഒരു പണിയേ, നിങ്ങൾ വിട്ടോ, ഞാൻ വിളിക്കാം. ഈ ഏരിയ തന്നെ കാണണോട്ടാ. അപ്പൊ സാറേ ഓക്കെ, നിങ്ങൾ വിട്ടോളി, ഉറങ്ങൊന്നും വേണ്ട. ഗപ്പ് വേണമെങ്കിലും വിളി. ഇത് കേരയുടെ തലയടാ. ഇത് വെച്ചൊരു പൊളിയാട് കൊടുക്കാം. ജോയിമോൻ പറഞ്ഞിട്ട് പ്രത്യേകം കൊണ്ടാണ്. എവിടെ ബർത്ത്ഡേ പോയി? അല്ല, നീയും ആ വിളിച്ചിട്ട് വന്നാണോ? അല്ലാണ്ട് നീ വിളിച്ചിട്ട് വരാനാ? നീയൊന്നും നമ്മളെ വിളിക്കൂലല്ലടാ. നമ്മളൊക്കെ വലിയ ക്രിമിനൽസ് അല്ലേ. നീ എന്നാ മാരയുടെ അവിടെ നീ പോളേ? ഇല്ലട്ടാ, ഞാൻ പോകില്ല. എന്താ ഏട്ടാ, ഇവിടെ സേഫ് അല്ല. ഇവിടെ ക്ലാസ്സിൽ പഠിച്ചടാ. ഏട്ടാ, സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ശത്രുക്കൾ ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് അറിയാണ്ടാണ്. ഏട്ടാ ഇല്ല, ഞാൻ പോകില്ല. ഇവിടെ സേഫ് അല്ല, ഞാൻ പോകില്ല. അത്ര തന്നെ. എന്റെ പൊന്നു, എന്താട്ടാ അവിടെ വിശേഷം? ലൈറ്റ് പണി. നീ അവിടെ എന്താ സംഭവം നോക്ക്. ബെഞ്ചല്ലേ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഇവിടെ ബെഞ്ചല്ലേ. എന്റെ അടുത്ത് പറയണോട്ടാ, ഡീറ്റെയിൽസ് പറയണം. പോയിക്കോ, വേഗം പോയിക്കോ. ചെല്ല്. പുതിയ പയ്യനാണ്. ആ പാലക്കാടുള്ള സുഖോട്ടം പറഞ്ഞാണ്. ഒടുക്കത്തെ ശല്യവും ഭയങ്കര ആത്മാർത്ഥവും. കേറട്ടെ? വാ, കേറി വാ. ഞാൻ കുഞ്ഞുമോൻ. ഞാൻ കുഞ്ഞുമോൻ. ഞാൻ സജീവ് വൈപ്പിൻ. വൈപ്പിനോ? വൈപ്പിൻ. എന്റെ അമ്മയുടെ വൈപ്പില്ല. അപ്പൊ സെറ്റ്. സെറ്റ്. ഇവിടെ വന്നിട്ട് ശരിയാവും. ഞാൻ വന്നേ. ജോഷി കണ്ടില്ലല്ലോ. അവിടെ കൊടു. ചായ വേണോ? അവിടെ സ്വർഗം പോലത്തെ ഭൂമി ഉണ്ടാട്ടെ ഈ അന്യനാട്ടിൽ വന്ന് കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ റേഞ്ച് അല്ലല്ലോ മൂപ്പരുടെ ചിന്താഗതി. പിന്നെ ഇട്ടിച്ചൻ പട്ടാളത്തിലായിരുന്നല്ലോ, പല പല നാട്ടിൽ ജീവിച്ച ആളാ. നമ്മളെപ്പോലെ മഞ്ഞും മലയും കോടയൊന്നും ഈ ഇട്ടിച്ചനെ സെറ്റാകത്തില്ലായിരുന്നു. മൂപ്പര് സിറ്റിയുടെ ആളാ. കുറച്ചൊക്കെ എനിക്കറിയാം. അറിയാലോ. ജോലി കിട്ടി കൊച്ചി വന്ന ശേഷം ഇവരൊക്കെ ആയിട്ട് എനിക്ക് വലിയ എന്താ സമയം കിട്ടുമ്പോഴൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടല്ല മനസ്സിലായി. നീ വന്നൊരു പ്രശ്നം കഴിഞ്ഞ ക്രിസ്മസിന് കണ്ടതാ. എന്ത് പറ്റിയത്? അറ്റാക്കായിരുന്നു. എപ്പോൾ എടുക്കണം? കുറച്ച് കഴിയുമ്പോൾ എന്തായാലും എടുക്കും. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ അയാളുടെ മോനെന്താ വരാണ്ട്. അതെന്താ വരാത്തത്? എനിക്കറിയില്ല. എന്താണ്ടാ നിനക്കറിയാത്തത്? അതെ, എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ കേട്ടാ. ഈ വീട്ടുകാരാണ് ചിലങ്ങട്. എന്തൊക്കെ അറിയണം. കുരിശ്. താങ്ക്സ്. നിങ്ങളുടെ യൂണിയൻ തിരഞ്ഞെടുപ്പൊക്കെ എന്തായി? അത് മാറ്റി വെച്ചല്ലോ. ഓഹോ, പിന്നെ നിങ്ങളുടെ ഇല്ലേ സാറാമെത്തിയല്ലോ. അതെ, ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പോൾ വരാം. ട്രെയിൻ മിസ്സായി മാണിച്ചായ. കുഴപ്പമൊന്നുമില്ല. ഇവിടെ അകത്തേക്ക് ചെല്ലേ, അവരൊക്കെ ഉണ്ട് അവിടെ. ചെല്ലേ. മോനിച്ചൻ ഒരു കസര മോനാ ഇട്ടിച്ചൻ്റെ മൂത്തതാ സാറാമ്മ. അറിയില്ലേ, ചെറുപ്പത്തിലേ മടത്തിപ്പോയതാ. ഈ ഇട്ടിച്ചൻ ഞങ്ങൾ ആരെന്തു പറഞ്ഞാലും കേൾക്കത്തില്ലായിരുന്നു. പട്ടാളത്തിൽ നിന്ന് വന്നതിന് ശേഷം മുഴുവനും അലച്ചിലായിരുന്നേ. പിന്നെ ഞാനും കൊച്ചു കുഞ്ഞും കൂടി വട്ടമിട്ട് പിടിച്ച ഒന്ന് കെട്ടിച്ച് വീട്ടിൽ ഇരുത്തി. അതിനുശേഷം എന്നാ 3 കൊച്ചുങ്ങളെ ഉണ്ടാക്കി. പിന്നെ ഏരിയമ്മച്ചിയുടെ മരണത്തോടെ മൂപ്പര് പെട്ടിയെടുത്ത് മലയിറങ്ങിയതാ. പിന്നെ പിള്ളേരെല്ലാം പല വഴിക്കായല്ലേ. അതെന്ത് പറ്റിയത്? ആ മോനച്ചൻ്റെ സ്വഭാവം അറിയാലോ. പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അല്ലാതെ ഇട്ടിച്ചൻ്റെ ഭാഗത്തും ഉണ്ട് തെറ്റ്. അതെന്ത് തെറ്റ്? അതിപ്പോ അപ്പനും മക്കളും ഒക്കെ ആകുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ കുടുംബത്തിൽ. എന്ത് പ്രശ്നം? പതുക്കെ പറ. മരിച്ച വീടാ ഇത്. ഇന്നത്രയപ്പം ഇങ്ങോട്ട് വന്ന് ചേച്ചൻ എത്ര പ്രാവശ്യം വിളിച്ചോന്ന് കാണാൻ വരാൻ പറഞ്ഞിട്ട്
വരാൻ പറ്റാഞ്ഞോണ്ടല്ലേടി. ആതുരസേവനം വീട്ടിൽ നിന്നല്ലേ സാറാമ്മയെ തുടങ്ങേണ്ടത്. എന്നാ നിങ്ങൾ സംസാരിച്ചിരി, ഞാൻ പോയേ മാണിയെ കണ്ടേച്ചും വരാം.